ആ, നീ ഇവിടെ ഉണ്ടായിരുന്നാ? നിന്നെ ഞാൻ ഇന്നലെ എത്ര പ്രാവശ്യം ഫോൺ വിളിച്ചു, നീ എന്താ എടുക്കാഞ്ഞേ? ആ എന്തോ തിരക്കായിരുന്നു, കണ്ടില്ല. ഓ, വലിയ കലക്ടർ വന്ന് എടുക്കണം. എന്താ കളക്ടർക്ക് മാത്രമേ തിരക്കുണ്ടാവുള്ളൂ? പിന്നെ ചേച്ചി എന്നെ വിളിച്ചത് എൻ്റെ സുഖവിവരം അന്വേഷിക്കാനല്ലാന്ന് എനിക്കറിയാം. എൻ്റെ ജോലി പോയത് ചേച്ചി അറിഞ്ഞു. അപ്പം അതും പറഞ്ഞ് കുത്തി നോവിക്കാനല്ലേ. എനിക്ക് സൗകര്യം ഉണ്ടായിരുന്നില്ല ഫോൺ എടുക്കാൻ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെ തീരെ മുതിർന്നവരെ ബഹുമാനിക്കാൻ അറിയില്ല. അയ്യോ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ബഹുമാനിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ഇങ്ങോട്ട് കിട്ടുന്ന ബഹുമാനേ തിരിച്ചു കൊടുക്കാവൂ എന്ന് ഞങ്ങൾ പഠിച്ചു, അതുകൊണ്ടാ. എടി, നീ എന്തിനാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ ആൾക്കാരെ വെറുപ്പിക്കാൻ നിൽക്കണേ? പണ്ടൊക്കെ ഇവർ പറയുന്നതൊക്കെ കേട്ട് ചിരിച്ച് തലയാട്ടി മിണ്ടാതെ വീട്ടിൽ വന്നിരുന്നു. പിന്നെ പിന്നെ മനസ്സിലായി, ഇങ്ങനെ ചിരിച്ചുകൊണ്ട് എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് പോകാമെന്നല്ലാതെ ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല. ഇവർക്ക് എന്നോടുള്ള സ്നേഹം കൂടാനൊന്നും പോകുന്നില്ലല്ലോ. പിന്നെ സ്നേഹമുള്ളവരാണെങ്കിൽ എന്നോട് ഇങ്ങനെ പെരുമാറില്ലല്ലോ. അതുകൊണ്ട് തിരിച്ചു പറയാൻ തുടങ്ങി. പിന്നെ ഞാനീ പറയുന്നത് ഞാൻ പറഞ്ഞതും കേട്ട് ഇവർ നന്നാവും എന്നുള്ള പ്രതീക്ഷയിലൊന്നല്ല, എനിക്കൊരു മനസ്സമാധാനത്തിന്.